Welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് പേടയാണ്. ഹോളി വരികയാണ്. പിന്നെ നമുക്ക് ഏകദേശം 2 മാസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ റെസിപ്പിയാണ്. ഇന്ന് 2 റെസിപ്പി അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. രണ്ടും കൂടെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഒരു കോക്കനട്ട് പേട. അപ്പോൾ അടുത്ത റെസിപ്പി എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. ഒരു സ്നാക്കാണ്. സോ ഈ ഒരു കോക്കനട്ട് പേട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പേട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. കോക്കനട്ട് പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, പാൽപ്പൊടി നമുക്കൊരു 1/4 കപ്പ് വേണം. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എസൻസിന് നമുക്ക് ഒന്നല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, അതാണ് ഇവിടെ ഇരിക്കുന്നത്. റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യൂസ് എടുത്തിട്ടുണ്ട്, അതായത് പിസ്ത എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, സോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനൊന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇളക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ, ബാക്കി ചൂടിലായിക്കോളും. നല്ലോണം ചൂടായി. അതിൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. നല്ലൊരു മണം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ പാനിലേക്ക് ഞാൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി പാൻ ചൂടായതുകൊണ്ട് ഞാൻ അടുപ്പ് ഇതുവരെ കത്തിച്ചിട്ടില്ല. നമുക്കൊന്ന് നെയ്യൊക്കെ ആഡ് ചെയ്ത ശേഷം കത്തിച്ച് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. കണ്ടോ, നെയ്യ് അതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. മെല്ലെ തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. മെല്ലെ സൈഡിൽ നിന്നൊക്കെ നല്ല ബബിൾസ് വരാൻ തുടങ്ങി. അപ്പോൾ നെയ്യ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, മിൽക്ക് മെയ്ഡിൻ്റെ ഒപ്പം. ഇനി ഞാൻ നന്നായിട്ട് തീ കുറച്ച് വയ്ക്കാൻ പോവുകയാണ്. തീ കുറച്ച ശേഷം ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമുക്ക് കട്ടയില്ലാതെ എടുക്കണം. ഇനി ബാക്കിയെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. റോസ് എസൻസ്, അതായത് റോസ് വാട്ടർ ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഏലക്കപ്പൊടി, അതേമാതിരി നമ്മുടെ ഫൈനൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ മിക്സ്ചർ ഏകദേശം എന്തായി നോക്കൂ. എന്താ പറയുക, ഒരു കുഴഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ പേടയുടെ ഷേപ്പിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ചൂടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഇളം ചൂടാവട്ടെ. ഒരുപാട് ചൂടാറി തണുത്തിട്ട് നമുക്ക് പേട ചെയ്യാനും പറ്റില്ല. അപ്പം അത്യാവശ്യം ചൂട് വേണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇളം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉരുട്ടി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ്, നമ്മൾ സാധാരണ പേട ഇരിക്കുന്ന മാതിരി തന്നെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേമാതിരി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നെയ്യോ വെണ്ണയോ എന്ത് വേണമെങ്കിലും കയ്യിൽ തടവാം കേട്ടോ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം പുറത്ത് ഇരിക്കും. ഒരു മാസമൊക്കെ നമുക്ക് വെച്ചിരിക്കണം. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു മാസം നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് എടുത്ത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാം ഉരുട്ടി ബോൾസാക്കി ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേട റെഡിയായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നിങ്ങൾക്ക് വൃത്തിയായി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഉള്ളിൽ അങ്ങനെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് പേട റെഡി ആയിരിക്കുകയാണ്. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇനിയും ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് സെറ്റാകും. അത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പേടയുടെ ടെക്സ്ചറിലിരിക്കും. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. കണ്ടോ, ചുടാന്നുള്ളൊരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സ്വീറ്റ് കണ്ടു, ഇപ്പോൾ ഒരു സ്നാക്കാണ്. ഇത് പേര് പറയുന്നത് ഫർസി പൂരി അല്ലെങ്കിൽ ഫാർസി പൂരി, ഒരു ടൈപ്പ് ഓഫ് ഗുജറാത്തി പൂരിയാണ്. നമുക്ക് സ്നാക്കായിട്ട് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ തട്ടയൊക്കെ മാതിരിയുള്ളൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, നല്ല ക്രിസ്പിയാണ്, നല്ല ചുടാന്ന് ഇരിക്കുകയാണ്. നമുക്ക് ഓരോ ബൈറ്റിലും കുരുമുളകാണ് അതിൽ എരിവ് വരുന്നത്. അപ്പോൾ ഓരോ ബൈറ്റിലും എന്താ കണ്ടോ കുരുമുളക് ഇരിക്കുന്നത് കടിക്കാൻ കിട്ടും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പൂരി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് രണ്ടാമത്തെ റെസിപ്പി ഒരു ഗുജറാത്തി പൂരിയാണ്. ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന, നമ്മൾ തട്ട ചെയ്തിട്ടില്ലേ, 2 ടൈപ്പ് ഓഫ് തട്ട നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഗുജറാത്തി സ്റ്റൈലിലുള്ളൊരു തട്ട, അല്ലെങ്കിൽ അവർ പറയുന്ന മാതിരി പൂരി. ഇതിനെ പറയുന്നത് ഫാർസി പൂരി എന്നാണ് കേട്ടോ. ഫർസി പൂരിയോ ഫാർസി പൂരിയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. സോ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഏകദേശം ഒരു 3, ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിച്ചു തരാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ മൈദ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. ഒരു എന്താ പറയുക, 3 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് ഞാൻ നമുക്കൊരു എന്താ പറയുക, ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ മതി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ മേലെ തന്നെ പൊട്ടിത്തെറിക്കും എണ്ണയിൽ ഫ്രൈ ചെയ്യാനിടുമ്പോഴേ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതാണ് നമുക്ക് എരിവ് തരുന്നത്. കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇടികളിൽ ഇട്ടിട്ടൊന്ന് ചതച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ക്രഷ്ഡായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് മനസ്സിലായില്ലേ, ഒന്ന് പൊടിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 2-3 നുള്ള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് ഞാൻ ഇവിടെ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല ടൈറ്റ് ഡോ ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക.
ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ട് വേണം, എന്നാലേ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് അബ്സോർബായി എല്ലാം ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് പരത്തി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒരു 10 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്, 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും മാവ്. ഇനി നമുക്ക് ഇത് കണ്ടോ, നല്ല ടൈറ്റ് ഡോ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പരത്താൻ തുടങ്ങാം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് പരത്താൻ അറിയുമെങ്കിൽ ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയാൽ മതി. ഇതിൽ എണ്ണയോ പൊടിയോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് പരത്തി എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കുക്കി കട്ടറുണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പമുണ്ടോ ഒന്ന് കറക്റ്റ് ഷേപ്പിലേക്ക് എടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ചെറിയ ചെറിയ ഡിസ്ക് ആക്കിയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഉരുളയാക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്താൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ ഉരുട്ടി, നമുക്ക് പൊടിയോ എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട പരത്താൻ വേണ്ടിയിട്ട്, വെറുതെ ഒന്ന് നമ്മുടെ ചപ്പാത്തി പലകയിലിട്ടിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി. ഇപ്പം ഞാൻ 2 രീതിയിൽ കാണിക്കാം കേട്ടോ പരത്തുന്നത്. ഒന്നല്ലെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ കറക്റ്റായിട്ട് പരത്താൻ അറിയുമെങ്കിൽ പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ പരത്തിയിട്ട് കറക്റ്റായിട്ടുള്ള ഷേപ്പ് വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടപ്പമുണ്ടോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറുണ്ടോ നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് തിക്കായിട്ട് വേണ്ട, അധികം തിന്നായിട്ടും വേണ്ട. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്, ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം. ഇത് പൂരി നമ്മുടെ സാധാരണ പൂരി മാതിരി പൊങ്ങി വരില്ല, ഞാൻ പറഞ്ഞില്ലേ തട്ട മാതിരി ഉള്ള ഒരു പൂരിയാണിത്. അപ്പോൾ പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ട് നടുവിലൊരു കുത്തു കൊടുക്കാം. പരത്താൻ വേണ്ടിയിട്ട് ഒരു വഴി കൂടിയുണ്ട്. ഒരു ബോൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ശരിക്കുള്ള ബോളാക്കുക. നല്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തുണി വെച്ച് അടച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇതേപോലെ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിൽ ഈ ബോൾ വെക്കുക, എന്നിട്ട് ഈ ബോളിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ പരത്തിയാൽ മതി. കണ്ടോ ഞാൻ ചെയ്യണത് കണ്ടോ, അതേപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി. പരത്തുന്നതിന് മീൻസ് നമ്മൾ ചപ്പാത്തിക്കോല കൊണ്ട് പരത്തുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒരേപോലെ ഒരേ തിക്നെസ് എവിടെയൊക്കെ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇതേപോലെ എടുക്കുക, എന്നിട്ട് ഫോർക്ക് കൊണ്ട് കുത്തുക, എടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിതവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ, ഒരു പാത്രം, എണ്ണ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയത്ത് ഇങ്ങനെ കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി റെഡിയായി. നല്ലൊരു സ്നാക്കാണ്, കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് മീഡിയവും അല്ല ലോവും അല്ലാത്ത അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 3-4 വരെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യുക, കോരിയെടുക്കുക. കണ്ടല്ലോ, അത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി റെഡിയാവും.
ഇത് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ ആയി. ഞാൻ തീ ഓഫ് ചെയ്യാണ്. കോരിയെടുക്കുക. അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി, ഇപ്പം നല്ല ചൂടാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പി പൂരിയാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇപ്പോഴും ചൂടാണ്. ഇനിയും ചൂടാകുമ്പോൾ ഇനിയും ക്രിസ്പി ആവും. അങ്ങനെ പൂരി റെഡിയായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഒരു സ്നാക്കായിട്ട് പെർഫെക്റ്റാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.